നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി രാത്രി 1 മണി വരെ ഹോട്ടലുകളിലും ക്ലബ്ബുകളിലും ഒക്കെ തന്നെ നിശാ ക്ലബ്ബുകളിലും അടക്കം മദ്യം വിളമ്പാൻ കഴിയുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടാതെ നൈറ്റ് ലൈഫ് എന്നത് ഇനി നേരം വെളുക്കുവോളം ആഘോഷിക്കാൻ കഴിയുമെന്നും ഇതോടൊപ്പം തന്നെ പറയുകയാണ്. നൈറ്റ് ലൈഫ് ആഘോഷിക്കാനുള്ള സമയമാണ് സർക്കാർ ഇങ്ങനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി മുതൽ രാത്രി 1 മണി വരെ ബംഗളൂരുവിലെ ഹോട്ടലുകളും ക്ലബ്ബുകളും ഒക്കെ തന്നെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കർണാടക സർക്കാരാണ് ഇങ്ങനെ ഒരു മാതൃക പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ നടപ്പിലാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. മഹാനഗരപാലികയ്ക്ക് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇനി മുതൽ 1 മണി വരെ പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 1 മണി വരെ അവിടെ മദ്യം ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ബജറ്റിൽ നടത്തിയ ഈ പ്രഖ്യാപനം നഗരവികസന വകുപ്പ് അംഗീകരിച്ചതോടെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഒരു തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഈ ഉത്തരവനുസരിച്ച് ബാറുകൾക്ക് രാത്രി 10 മണി മുതൽ 1 മണി വരെ പ്രവർത്തിക്കാൻ കഴിയും. 10 മണി കഴിഞ്ഞാൽ ഷട്ടർ ഇടുകയേ വേണ്ട എന്ന് സാരം. ഇനി സ്റ്റാർ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, ക്ലബ്ബുകൾ എന്നിവ 9 മുതൽ പുലർച്ചെ 1 മണി വരെ പ്രവർത്തിക്കുകയും ചെയ്യും. 2016 സമാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടുവെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. കാരണം ജനവികാരം എതിരായിരുന്നു. 11 മണിക്ക് തന്നെ അടയ്ക്കുക എന്ന കർശനമായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ബജറ്റ് അവതരണത്തിനിടയിൽ എല്ലാത്തരം ബിസിനസ്സും പുലർച്ചെ വരെ പ്രവർത്തിക്കട്ടെ എന്നുള്ള ഒരു പ്രഖ്യാപനം മുന്നോട്ട് കൊണ്ടുവന്നത്. അതിലൂടെ എല്ലാ തട്ടിലുമുള്ള ആളുകളെയും പിന്തുണയ്ക്കുകയും അവർക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാനുമാണ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നതെന്നും വ്യക്തമാക്കി. BBMP നിയമം അനുസരിച്ച് മദ്യം വിളമ്പാറുള്ള ഹോട്ടലുകൾ, ക്ലബ്ബുകൾ, ബാറുകളൊക്കെ ഇനി രാത്രി 10-നും 11-നും അടച്ചിട്ടതാണ്. അതാണ് ഇനി 1 മണി വരെ പ്രവർത്തിക്കാനായി പോകുന്നത്. നേരത്തെ അനൌദ്യോഗികമായി നടന്നിരുന്ന നൈറ്റ് ലൈഫ് ഇപ്പോൾ സർക്കാർ തന്നെ അനുവദിച്ചുകൊണ്ട് ഔദ്യോഗികമായി നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോഴാണ് കേരളത്തിലെ കാര്യം കൂടി വ്യക്തമാകുന്നത്. അതായത് സംസ്ഥാനത്തെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു തെരുവ് വീഥിയാണ് തിരുവനന്തപുരത്തെ മാനവീയം വീഥി. അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെടുകയും പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു. രാത്രി 8 മണി മുതൽ പുലർച്ചെ 5 മണി വരെയാണ് സംസ്ഥാനത്തിന്റെ ആദ്യ നൈറ്റ് ലൈഫ് സെന്ററായി മാനവീയം വീഥി മാറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.